ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ പുതിയൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇഞ്ചിക്കറിക്ക് വേണ്ടി ഞാൻ 150 ഗ്രാം ഇഞ്ചി ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചതച്ച് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നീര് കാരം പോകാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. ഇത്രയും നീരുണ്ട്. അതിൻ്റെ തെളിവാണ് ഇനി നമ്മൾ ഊറ്റിയിട്ട് ഇഞ്ചിക്കറിയിലോട്ട് ഒഴിക്കാൻ. അപ്പോൾ ഇഞ്ചി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചതയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വട്ടത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചതച്ചാൽ മതി. ഞാൻ മിക്സിയിൽ ഇട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് ചതച്ചത്. എന്നിട്ട് പിഴിയുമ്പോഴേ ഒരുപാട് പ്രസ് ചെയ്ത് പിഴിയണ്ട, കുറച്ചൊക്കെ ഒന്ന് നീര് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് അത്ര കാണത്തില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് നീരൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട് വരെ. അപ്പോൾ ചിലർ ഇതും തേങ്ങയും കൂടെ വറുത്തരയ്ക്കുന്നത്. ഞാൻ അങ്ങനെയില്ല, ഇതിൽ നിന്നൊരു 1.5 ടേബിൾ സ്പൂൺ മാത്രം തേങ്ങയുടെ കൂട്ടത്തിൽ അരയ്ക്കുന്നുള്ളൂ. തേങ്ങയുടെ കൂട്ടത്തിൽ ഇതെല്ലാം അരയ്ക്കുമ്പോഴേ ഒരുപാട് അങ്ങ് കുഴമ്പ് പോലെ ആകും. അതിനേക്കാളും നല്ലത് ഈ ഇഞ്ചി കുറച്ച് സെപ്പറേറ്റായിട്ട് ഇങ്ങനെ തരിയായിട്ട് ഇടുന്നതാണ്. ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാൻ. പിന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂൺ. ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിതിലോട്ട് ഒരുപാട് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. ഒരുപാട് തേങ്ങ അരച്ച് ചേർക്കാത്തതാണ് നല്ലത്. 4-5 ടേബിൾ സ്പൂൺ മതി. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറക്കാം. തീയലിനൊക്കെ വറക്കത്തില്ല, ആ ഒരു രീതിയിൽ. ഇത്രയും മതി. ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് ആറിയിട്ടുണ്ട്. കുറച്ച് ഞാൻ കൈ കൊണ്ടൊന്ന് പൊടിച്ച് വെച്ചേക്കും ഇത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇതാ വറുത്ത് വെച്ച തേങ്ങയുടെ കൂട്ടത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പം ഇതിട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങ കുറച്ച് ചൂടോടുകൂടി ഇടണം, അപ്പം നല്ലതായിട്ട് അരഞ്ഞ് കിട്ടും. ഈ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കാം, പൊടികളുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി. ഇനി ഇതിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് പുളിവെള്ളം ചേർക്കാം. കുറച്ച് ചൂടുവെള്ളം. ഇനി ഇതിലോട്ട് നമ്മൾ ഈ കൈ കൊണ്ട് പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 2 നുള്ളി ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന ഇഞ്ചി നീര്, അതിൻ്റെ ആ തെളി മാത്രമേ ഒഴിക്കാവൂ. അടിയിലുള്ള മട്ട് എടുക്കരുത്. ഈ അടിയിലുള്ള ഇത്രയും ഭാഗം എടുക്കണ്ട. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കാം. വെള്ളം ഒരു 3/4 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടെ ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം. ഇതൊന്ന് പതുക്കെ തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഞാനിതിലോട്ട് വലിയൊരു ലെമണിൻ്റെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അത് മുഴുവനും പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിക്കറിക്ക് ആയതുകൊണ്ട് കുറച്ച് പുളി ഒന്ന് മുന്നിട്ട് നിൽക്കണം. അതനുസരിച്ച് പാകത്തിനുള്ള ഉപ്പും പിന്നെ ഇഞ്ചിയുടെ കുറച്ച് കാരമൊക്കെ അറിയുമല്ലോ, അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ശർക്കര ചേർക്കണം. ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇഞ്ചി നീരിൻ്റെ തെളിയെ ഉറ്റിയെങ്കിലും ചെറിയൊരു കാരം അറിയും. അപ്പോൾ അതനുസരിച്ച് മധുരം ചേർക്കാമെങ്കിൽ നല്ലതാണ്. പുളി ഒട്ടും കുറയരുത്. പുളി കുറഞ്ഞാൽ നല്ലതല്ല. പുളി അത്യാവശ്യം കുറച്ച് നല്ലതായിട്ട് മുമ്പോട്ട് അറിയണം. എപ്പോഴേ ഉള്ളൂ ശർക്കര ചേർക്കുമ്പം നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇരിക്കണം. ആറുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ 2 ടൈപ്പ് ഇഞ്ചിക്കറി ഇട്ടിട്ടുണ്ട്. ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ നോർമലായിട്ട് വീട്ടിലൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് ഇഞ്ചി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞിട്ട് ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ വറുത്ത് ചെറിയ തരിയായിട്ട് പൊടിച്ചിട്ടിടുന്ന ഒരു രീതി. അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി അത്. പിന്നെ ഞാൻ തേങ്ങയും ഇഞ്ചിയും കൂടെ വറുത്തരച്ച് വെക്കുന്ന ഒരു ടൈപ്പ്, ആ രീതിയിലും ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ടൈപ്പ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത്. മൂന്നും നല്ലത് തന്നെ. പക്ഷേ ഇപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ഇട്ട ആ ഇഞ്ചിക്കറി തന്നെ. അതിന് നല്ലൊരു മണവും അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.